ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി മീൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാൻ എടുത്തത് കോരയാണ് കേട്ടോ. മീനൊന്ന് നമുക്ക് മസാല ചേർത്തെടുക്കാം. അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം വിനീഗർ, പാകത്തിന് ഉപ്പ്, അല്പം വെള്ളം ചേർത്ത് അതൊന്ന് മിക്സാക്കിയ ശേഷം മീനൊന്ന് മസാല തേച്ചെടുക്കാം. എല്ലാം ഒന്ന് മസാല തേച്ചിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പൊടിഞ്ഞു പോണ മീനാണ് കേട്ടോ. പെട്ടെന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുക്കറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി ഇട്ട് കൊടുത്ത് ഒരൊറ്റ വിസിൽ വരുത്തിക്കുക. എന്നാൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. മസാല മിക്സാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലിപ്പം ജീരകം ഇട്ട് കൊടുക്കുക. ഈ വാട്ടി വെച്ച തക്കാളിയും ഉള്ളി അതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വാടി കിട്ടും കേട്ടോ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം ബിരിയാണിപ്പൊടി, നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക, തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് പണി കഴിയും കേട്ടോ. എന്നിട്ട് അല്പം മസാല കോരി വെക്കുക. കോരി വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് അല്പം മല്ലിയില, കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത മീൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. മീനെല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. മാറ്റി വെച്ച മസാല മുകളിലിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. വാട്ടി വെച്ച വാഴൻ്റെ ഇല അതേപോലെ ഒന്ന് വച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ വെച്ചത്. നെയ്ച്ചോറ് ഇതേപോലെ ഒന്ന് ഫുള്ളാക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി മുന്തിരിയൊക്കെ പൊരിച്ചെടുത്ത് അതിലേക്ക് അല്പം മല്ലിയിലയും ചേർത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബിരിയാണി മസാല ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നാക്കി ഒന്ന് അമ്പിച്ച് മൂടി വെച്ച് ദമ്മാക്കി വെക്കുക. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മീൻ പോലും പൊടിയാണ്ട് ഇതേപോലെ കിട്ടും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.